വലിയ സമരത്തിന് പ്രതിഷേധത്തിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. വി ബാലഗോപാൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ബാലു, നേരത്തെ ബാലു റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൂചിപ്പിച്ചൊരു കാര്യം, അറസ്റ്റിലേക്ക് കടക്കുകയാണോ ഇപ്പോൾ? എന്താണ് അറസ്റ്റ് ചെയ്യുന്ന നടപടികൾ അവിടെ തുടങ്ങിയിട്ടുണ്ടോ? DK ശിവകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോലീസിനോടാണ് എന്ന് തോന്നുന്നു ദൃശ്യങ്ങളിൽ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുകയും ചെയ്യുന്നുണ്ട്. ഈ അറസ്റ്റിലേക്ക് ഉള്ള നടപടികളിലേക്ക് കടന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ പ്രാരംഭമായ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പോലീസ്, എനിക്ക് തോന്നുന്നത്, അതായത് നമുക്ക് ഇവിടെ നിന്നുള്ള രംഗങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് ഈ മുകളിൽ നിന്ന് അവർക്കൊരു ഉത്തരവ് ലഭിക്കേണ്ടതായുണ്ട്. ആ ഉത്തരവിന് വേണ്ടി അവർ കാത്തു നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ച് അവർ സജ്ജരായി നിൽക്കുകയാണ്. ഒരു അറിയിപ്പ്, ഒരു ഉത്തരവ്, ഒരു നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാകാനാണ് സാധ്യത. അതിനു മുമ്പ് കോൺഗ്രസ് എംപിമാർ പിരിഞ്ഞു പോകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല എംപിമാരും, കോൺഗ്രസിന്റെ ആദ്യഘട്ടത്തിൽ ഈ സമരത്തിലില്ലാതിരുന്ന പല എംപിമാരും ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പപ്പു യാദവിനെയാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നത്. അതിന് തൊട്ടു മുമ്പ് കുമാരി ഷെൽജ ഇവിടെ എത്തിയിരുന്നു. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 എംപിമാർ ഇവിടെ എത്തിയിരുന്നു. അങ്ങനെ നേരത്തെ സമരത്തിൽ ഇല്ലാതിരുന്ന പല എംപിമാരും ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. ഈ അറസ്റ്റ് ചെയ്താൽ ഈ എംപിമാരെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുമെന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് ഏതാണ്ട് ഈ ഒരു 50 മീറ്റർ അകലെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം ഈ അവിടെ ജാമറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തത്സമയ സംരക്ഷണത്തിന് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ആ പ്രദേശത്ത് ഉണ്ടാകുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഒരു 50 മീറ്റർ ഇപ്പുറത്തേക്ക് നമ്മൾ മാറി നിൽക്കുന്നത്. പക്ഷേ എംപിമാർക്ക് തൊട്ടടുത്ത് നമ്മുടെ പ്രതിനിധിയായ വിഷ്ണു ഉണ്ട്. വിഷ്ണു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കോൺഗ്രസ് എംപിമാർ അറസ്റ്റ് ഉണ്ടായാൽ ഒരു ചെറുത്തുനിൽപ്പ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ചെറുത്തുനിൽപ്പ് സംഘർഷത്തിലേക്ക് വഴിവെക്കുമോ എന്നതാണ് അറിയേണ്ടതായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരമൊരു സംഘർഷത്തിലേക്ക് പോകാൻ പോലീസ് തയ്യാറെടുക്കുമോ, അതോ സംഘർഷമില്ലാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പോലീസിന് കഴിയുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം. പക്ഷേ സമീപകാല ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇത്തരമൊരു ഉപരോധ സമരം നടക്കുന്നത്. വീണ്ടും അവിടെ മുദ്രാവാക്യം വിളിയുടെ ശക്തി കൂടുന്നുണ്ട്. അതായത് ഏറ്റവും ശക്തമായ രീതിയിൽ ഉള്ള ഒരു സമരത്തിലേക്ക് കോൺഗ്രസ് കൊണ്ടുപോകുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഈ പ്രതിഷേധ സമരങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകി വരികയും ചെയ്യുകയാണ്. ഏതായാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറല്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുവാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ VD സതീശൻ, DK ശിവകുമാറും ഉൾപ്പെടെയുള്ള കേരളത്തിന്റെയും കർണാടകത്തിന്റെയും മുഖ്യമന്ത്രിമാരും ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ ഉണ്ട്. കഴിഞ്ഞ 1 മണിക്കൂറോളമായി VD സതീശൻ, അദ്ദേഹം ഇന്ന് രാവിലെ പാർലമെന്റിൽ പോയി ഈ പല നേതാക്കളെയും കണ്ടിരുന്നു. തുടർന്ന് വൈകിട്ട് അദ്ദേഹം ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിനായി ഇവിടേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ സമരം ഇപ്പോഴും തുടരുകയാണ്. പ്രതിഷേധ സമരം ഇപ്പോഴും തുടരുകയാണ്. ഒരു ഭാഗത്ത് പോലീസ് സജ്ജമായി ഇരിക്കുന്നു, മറുഭാഗത്ത് ഈ സമരം ശക്തമായി തന്നെ തുടരുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ഈ 7 ലോക് കല്യാൺ മാർഗിന് പുറത്തുനിന്ന് കാണാൻ വേണ്ടി കഴിയുന്ന കാഴ്ച. 7 ലോക് കല്യാൺ മാർഗ് അത്രമാത്രം സുരക്ഷയൊരുക്കുന്ന രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള എന്ന് നമുക്ക് പറയാവുന്ന പ്രധാനമന്ത്രി താമസിക്കുന്ന പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി MP ഉൾപ്പെടെയുള്ള നേതാക്കൾ കൈയടിച്ചുകൊണ്ട് ഒപ്പമുള്ള ആളുകൾക്ക് കൂടുതൽ ഊർജ്ജമേകിക്കൊണ്ട് ആ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയാണ്. നേതാക്കൾ എഴുന്നേറ്റ് നിൽക്കുന്നു. അവരെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രാരംഭ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ആ വിവരങ്ങളാണ് ഇപ്പോൾ B ബാലഗോപാലും വിഷ്ണു പ്രസാദും P ബസന്തും ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പ്രതിനിധികൾ ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ സമീപകാലത്തൊന്നും നമ്മൾ കാണാത്ത തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ ഉള്ള ലോക് കല്യാൺ മാർഗ് 7 അവിടെ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്.